ഈ നാട്ടിലെ ബ്യൂട്ടി പാർലറുകാരെല്ലാം ആഭ്യന്തരമന്ത്രിയുടെ മകളുടെ വിവാഹത്തിൽ അവളെ അണിയിച്ചൊരുക്കാനായി ഒരു വിളിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. പ്രതിഫലമായി ഒരു ചില്ലി കാശ് പോലും അവര് വാങ്ങില്ല. പക്ഷേ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഇവിടെ നീയുണ്ടല്ലോ. ഈ വിവാഹ നിശ്ചയത്തിനെ ഒരു മണവാട്ടിയെ പോലെ എന്നെ അണിയിച്ചൊരുക്കി വരന്റെ മുന്നിലേക്ക് ആനയിക്കേണ്ടത് നീയാ. എന്റെ ഓരോരോ വസ്ത്രങ്ങളും ഓരോരോ ആഭരണങ്ങളും നീ തന്നെ വേണം എന്നെ അണിയിക്കാൻ. പിന്നെന്റെ ഫൗണ്ടേഷൻ, മേക്കപ്പ് തൊട്ട് ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും എല്ലാം നീ തന്നെ ഇട്ടു തരണം. അപ്പോ നീ ആദ്യം എന്റെ കാലിന്ന് തന്നെ തുടങ്ങിക്കോ. എന്റെ കാൽവിരലുകളിൽ നെയിൽ പോളിഷ് ഇട്ടോണ്ട് തന്നെ ആവട്ടെ നിന്റെ പുതിയ ജീവിതത്തിന്റെ തുടക്കം. എടുത്തോ. എന്തുപറ്റി? അതെ, നാർന്നു. ഇവൾ അടുത്ത് വരുമ്പോഴേ ഹോസ്പിറ്റലിന്റെ സ്മെല്ല്. എടി, നീ എന്താ കുളിച്ചില്ലേ? ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കയറിയല്ലേ ഉള്ളൂ. വൃത്തിയില്ലാതെ വന്ന് എന്നെ തൊട്ട എന്റെ സ്വഭാവം മാറും. പോയി കുളിച്ചിട്ട് വാടി. അഴുക്കെല്ലാം മാറിയിട്ട് വേണം വരാൻ. നിന്റെ കയ്യിൽ പ്രത്യേകിച്ച് അഴുക്കൊന്നും പാടില്ല. കയ്യിൽ അഴുക്കുമായി എന്റെ കാലിലെങ്ങാനും നീ തൊട്ടാ എന്റെ വിധം മാറും, പറഞ്ഞേക്കാം. നീ പോയി കുളിച്ചിട്ട് വാ. നമുക്കിനി സമയമില്ല. വേഗം കുളിച്ച് വൃത്തിയായി വന്നിട്ട് എന്റെ മരുമകളെ നീ ഒരുക്ക്. അവളുടെ അച്ഛനും അമ്മയും ഇപ്പൊ വരും. മാത്രമല്ല, പരമാവധി സുന്ദരിയായിട്ട് വേണം ഇവള് മഹിയുടെ മുൻപിൽ ചെല്ലാൻ. നീ തന്നെ അവളെ ഒരുക്കണം. മനസ്സിലായല്ലോ? എടി, നിനക്കെന്താ വാ തുറന്ന് മറുപടി പറഞ്ഞ? സംസാരിച്ചാ നിന്റെ വായിന്ന് മുത്തു പൊഴിയോ? വാ തുറന്ന് മറുപടി പറയടി. ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. എന്നിട്ട് ഞാൻ മാഡത്തിന് ഒരുക്കാം. വേഗം വേണം. എനിക്കെന്റെ ചിന്നുവിനോട് സംസാരിക്കണം. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ എല്ലാം കൈവിട്ടു പോകും. എനിക്കിപ്പോ തന്നെ എന്റെ ചിന്നുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം.